മാനന്തവാടി പയ്യമ്പള്ളി സ്ഥലത്ത് 46 വയസ്സോളം വരുന്ന അജി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ കാട്ടാന വരുന്നത് കണ്ട് വീട്ടിലേക്ക് കയറി, സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ഓടിക്കയറി വീടിൻ്റെ മതിൽ പൊളിച്ചതിന് ശേഷം അദ്ദേഹത്തെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം വീണ്ടും വന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ അവിടെയുള്ള വിഷയം അറിഞ്ഞ് സംസാരിക്കുമ്പോൾ ഇത്രത്തോളം ഗുരുതരമായിട്ടുള്ള കേടുപാടുകൾ പറ്റിയ ആക്രമണത്തിൽ പരിക്കേറ്റ ഒരു ബോഡി അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പാണ് എൻ്റെ നിയോജക മണ്ഡലമായിട്ടുള്ള കൽപ്പറ്റയിൽ മേപ്പാടി പഞ്ചായത്തിൽ ഒരു കുഞ്ഞവറാൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട പ്രായം ചെന്ന ഹതഭാഗ്യനായ മനുഷ്യൻ, തോട്ടം തൊഴിലാളിയാണ് അദ്ദേഹം തൊഴിലിന് വേണ്ടി പോകുന്ന സമയത്ത് രാവിലെ 6:30 മണിക്ക് കാട്ടാനയുടെ മൃഗീയമായ ആക്രമണത്തിൽ അവിടെ മരണപ്പെടുകയുണ്ടായി. ഞാൻ ഉടനെ അവിടെ ഓടിയെത്തി. അവിടെ വലിയ പ്രതിഷേധമായിരുന്നു. ആ പ്രതിഷേധിക്കുന്ന ആളുകളൊക്കെയായി സംസാരിച്ച് അനുനയിപ്പിച്ച് അവസാനം അവിടെ നിന്ന് ഡെഡ് ബോഡി എടുക്കാൻ 2 മണിക്കൂറിന് ശേഷം ഡെഡ് ബോഡി കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള നടപടിയാണ് സ്വീകരിച്ചത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ തൊട്ടടുത്ത സമയത്താണ് സുൽത്താൻ ബത്തേരിയിലെ വാഗേരിയിൽ പ്രജീഷ് എന്ന് പറയുന്ന 36 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ഞാൻ അദ്ദേഹത്തെ ദുഃഖകരമായിട്ടുള്ള മരണമാണ്. ആ മരണത്തിൻ്റെ ഏറ്റവും വലിയ തീക്ഷ്ണത നിലനിൽക്കുമ്പോഴും ആ ഒരു ചെറുപ്പക്കാരനെ ഓർത്ത് അഭിമാനിക്കുകയാണ്. കാരണം 36 വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ കാർഷിക വൃത്തിയാണ് പ്രധാനപ്പെട്ട ഉപജീവന മാർഗം. തൻ്റെ പശുവിന് പുല്ലരിയാൻ പോയ സമയത്താണ് മൃഗീയമായി കടുവ കടിച്ചു കൊണ്ടുപോയി 60 മീറ്റർ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയി പച്ചയോടുകൂടി ഭക്ഷിച്ച് ഈ ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തുന്നത്. ഞാൻ ഒരു കാര്യം വളരെ പ്രാധാന്യത്തോടു കൂടി ഗൗരവമായി പറയാൻ, വേദനയോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. വയനാട്ടിലെ സാമൂഹ്യ ജീവിതത്തെ വന്യമൃഗശല്യം തകർത്തിരിക്കുകയാണ്. വയനാട്ടിൽ 6 മണി കഴിഞ്ഞാൽ രാത്രി പുറത്തിറങ്ങാൻ പറ്റില്ല. രാവിലെ 8-9 മണി വരെ ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ഉൾഭാഗത്തുള്ളതായിരിക്കുന്ന ആളുകൾ മാത്രമല്ല, നഗരപ്രദേശങ്ങളിൽ വരെ കാട്ടാനയുടെയും കടുവയുടെയും കാട്ടാനയുടെയും കരടി, പുലി, അതുപോലെ കുരങ്ങ് തുടങ്ങി, കരടി തുടങ്ങി, പന്നി തുടങ്ങി എല്ലാ കാട്ടുമൃഗങ്ങളും വന്യമൃഗങ്ങളും നാട്ടിൽ വിഹരിക്കുകയാണ്. ഇതിലൊരു കാര്യം പറയുന്നു, സർക്കാരിൻ്റെ ഗുരുതരമായിട്ടുള്ള അനാസ്ഥ ഈ കാര്യത്തിലുണ്ട്. ഇതിൽ ഒന്ന്, വനവും മനുഷ്യവാസ കേന്ദ്രങ്ങളും തമ്മിലുള്ള വിഭജനമാണ് ഒരു പ്രധാനപ്പെട്ട അജണ്ട വേണ്ടത്. ആ അജണ്ട കേരളത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല. അതിൽ വന്യമൃഗങ്ങൾക്കുള്ള ഭക്ഷണം വനത്തിൽ ക്രമീകരിക്കണം, അവയ്ക്കുള്ള ആവാസ സൗകര്യം അവിടെ ഉണ്ടാക്കണം, അവയ്ക്കുള്ള വെള്ളവും ഭക്ഷണവും അവിടെ കൊടുക്കണം, പുറത്തേക്ക് വരാതെ അവിടെ തടഞ്ഞു നിർത്താൻ ആവശ്യമായിട്ടുള്ള ട്രെഞ്ചിങ്, വാൾ ബിൽഡിങ്, ഹാങ്ങിങ് പവർ ഫെൻസിങ്, ക്രാഷ് ഗാർഡ്, അങ്ങനെ ഏത് സിസ്റ്റമാണോ ആ സിസ്റ്റം ഉണ്ടാക്കിയെടുത്ത് വന്യമൃഗങ്ങളെ സുരക്ഷിതമായി കാട്ടിലും ജനങ്ങൾക്ക് സുരക്ഷിതമായി ജനവാസ മേഖലകളിൽ, കാർഷിക മേഖലകളിലും താമസിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം ചെയ്യുക എന്നതാണ്. ഈ സൗകര്യം ചെയ്യുന്നതിൽ ദയനീയമായി സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണ്.